ഹലോ ഫ്രണ്ട്സ്, അപ്പൊ നാളെ എല്ലാവരും കൂടി കാറിൽ മൂകാംബിക പോകുന്നത്. അപ്പൊ ഇപ്പൊ രാത്രി 10 മണിയാവാനായിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഞങ്ങളെ വണ്ടി. അപ്പൊ ഞങ്ങള് ഇന്ന് പുതിയ ട്രിപ്പ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു എനിക്ക്. അപ്പൊ ഉണ്ണി എടുത്തു. അപ്പൊ ഞങ്ങള് പോയിട്ട് വരാം. ഗൈസ്, അപ്പൊ ഞാൻ മൂകാംബിക എത്തിയിട്ടുണ്ട്. എല്ലാവരും വെട്ടി ഇതാ. അപ്പൊ എല്ലാരും ഒരുങ്ങിയിട്ട് അമ്പലത്തിൽ തൊഴാൻ വേണ്ടി പോന്നാണ്. നല്ല അടിക്കോരല്ലേ? നടക്ക് മക്കളെ. അപ്പൊ ഞാൻ രാവിലെ ഇവിടെ എത്തി, ഫുഡെല്ലാം കഴിച്ച് ഞങ്ങള് ഇപ്പൊ അമ്പലത്തിലേക്ക് പോന്നാണ്. നമുക്ക് പോയിട്ട് എന്റെ അത്ര ചുറ്റി വന്നിട്ടല്ലേ ഗൈസ്. ഇവിടുന്ന് അമ്പലം കാണുന്നുണ്ട്. ഞാൻ ഇതുവരെ വന്നിട്ടില്ല ഇവിടെ, ആദ്യമായിട്ടാണ് മൂകാംബികയിൽ വരുന്നത്. അപ്പൊ അതിന്റെ ഫുൾ എക്സൈറ്റ്മെന്റിലാ പോന്നെ. അപ്പൊ നമുക്ക് പോയി തോന്നിട്ട് വരാം. തിരക്കുണ്ടോന്ന് അറിയില്ല. ആ മേലെ പണിയെടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അയ്യോ നല്ല സുഖാലേ, വേഗം വേഗം കയറാം അമ്പലത്തില്. ഫ്രണ്ട് ഇത് മറ്റപ്പുറത്ത് നിന്നാലും കറങ്ങി തിരിഞ്ഞ് ഇലേ കൂടെ വരണ്ടേ. ഓ അതെയാ, ചെരുപ്പ് ഇവിടെ വെക്കാം. അപ്പോൾ ഇതാണ് അമ്പലം. അമ്പലത്തിലെത്തി. ഇനി നമുക്ക് കയറണം. ആദ്യം ചെരുപ്പ് വെക്കാം. അപ്പോൾ ചെരുപ്പ് വെക്കാനായിട്ട് ഇവിടെ സ്ഥലമുണ്ട്. ഇവിടെ അമ്പലത്തിൽ ചെരുപ്പെല്ലാം വെക്കാനുള്ള സ്ഥലമുണ്ട്. ആളാടെ ചെരുപ്പെല്ലാം വെച്ച് ഇനി അമ്പലത്തിൽ കയറി തോന്നിയിട്ട് വരാം. ഉള്ളിൽ ഫോൺ പറ്റുമോന്ന് അറിയൂല. ഫോൺ എടുക്കാൻ പറ്റുമോ ഉള്ളിൽ? ഭയങ്കര തിരക്കാണ് ഇവിടെ. എന്താ നല്ല തിരക്കാ. ക്യൂ നിൽക്കണം. അവിടെ എഴുത്തിന് ഇരുത്തുന്നുണ്ട്. അതിന്റെ ഇപ്പുറത്ത് എന്നാ ഇതെന്താ ഓ ഇല്ല, അതാണ് കാണിക്കേണ്ടത്. ഇത്രയും ക്യൂ, ഈ ക്യൂലേ ആളുണ്ടാവുന്നല്ലേ പറഞ്ഞേ. ആടുന്നേ ക്യൂ ഉണ്ടാവുമല്ലോ, അതിലേ ആൾക്ക് അങ്ങനെ ക്യൂ ഉണ്ടാവും. ഇവിടെ തിരക്കുണ്ടാവും, പക്ഷെ ഇത്ര തിരക്കില്ല. ഇതെന്താ സംഭവം? ഇതെന്താ നേർച്ചയാറ്റാ? അമ്പലത്തിന്റെ ഉള്ളിൽ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റൂല. ആള് തൊഴുത് ഇറങ്ങി എല്ലാരും. അപ്പൊ ഞാള് തൊഴുതിറങ്ങി. ഇനിയിപ്പം എന്താ അടുത്ത വേൾഡ് നിനക്ക് അറിയൂല. എന്തായാലും പോന്ന വഴിക്ക് കാണാം. ഇവിടെ എന്തെല്ലാം നിനക്ക് അറിയൂല, മനസ്സിലാവുന്നില്ല. പിന്നെ ഓലുള്ളതുകൊണ്ട് പറഞ്ഞു തരുന്നുണ്ട്. ഇവിടെ നെയ്വടക്കും പട്ട് കൊടുക്കലും അങ്ങനെയെല്ലാം ഉണ്ട്. അതിപ്പോൾ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല, ജസ്റ്റ് കയറി വന്നിട്ടുണ്ട്. ഇനി ഒന്നുകൂടി വൈകുന്നേരം നാളെ രാവിലെ വരുന്നുണ്ടല്ലേ, അപ്പം എന്തെങ്കിലും ഒന്ന് ചെയ്യണം. തൊഴിൽ കഴിഞ്ഞ് ഇനി ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുന്നതാണ്. അയ്യോ, ഇവിടെ വെള്ളം. ഞാൻ കുറച്ച് വെള്ളം കുടിച്ചിട്ടായിരുന്നു. നല്ല വൃത്തിയിൽ സമാധാനത്തിൽ കണ്ടു തൊഴാൻ പറ്റി. ഇനി ആളെല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകണം അമ്പലത്തിൽ. ലിജിയ ഇതെന്ത് നായി ചോപ്പ് കുളിച്ചിക്കേ. ഒരു കറുപ്പുണ്ടേനു, അത് പെണ്ണ് പൊളിച്ച് കളഞ്ഞ്. പോവാ.
ഒന്നല്ല അല്ല, ഇത് പറശ്ശിനിലെ പോലെ തന്നെ ഉണ്ട് കേട്ടോ അവിടെ ക്യൂവാ. ഓ സമാധാനം, ഇവിടെ AC ഉണ്ട്, തണുപ്പുണ്ട്. AC എല്ലാം ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ, അതുകൊണ്ട് നല്ല സുഖമുണ്ട്. വെയിൽ ചൂട് പൊരിഞ്ഞ് വന്നത് എന്നാലും, പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഭക്ഷണം കഴിക്കുന്നിടത്ത് AC ഉണ്ട്. ഇവിടെ ഇങ്ങനെ ക്യൂ ആയിട്ട് ഇങ്ങനെ പോകണം. ആള് തിരക്കൊന്നുമില്ല ഇന്ന്, ആള് വന്ന നല്ല സമയത്തായതുകൊണ്ട് ഭയങ്കര തിരക്കൊന്നുമില്ല. പിന്നെ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഉള്ള സ്ഥലത്ത് എത്തുമ്പോൾ കുറച്ച് നമ്മൾ വെയിറ്റ് ചെയ്യണല്ലോ, അതിൻ്റെ ഒരു ചെറിയൊരു വെയിറ്റിങ് അത്രേ ഉള്ളൂ. ഇവിടെ ഭക്ഷണം കൊടുക്കാൻ തുടങ്ങിയിട്ടില്ല, തുടങ്ങിയാൽ വേമ്പേം തീരും തോന്നുന്നുണ്ട്. അപ്പം ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിരിക്കട്ടെ. നല്ലോണം വൃത്തിക്ക് കാണാൻ പറ്റി, നല്ല സന്തോഷം കണ്ട് തൊഴുത്. ഒരു തിരക്കും ആക്കിയിട്ടില്ല, നല്ലോണം കണ്ട് തൊഴാൻ പറ്റി. ഇനി ഭക്ഷണമോട് കഴിച്ചാൽ വൈകുന്നേരം കണ്ട് പിന്നെയും കാണാം. എന്താ ആ കുഴപ്പമില്ല. പശുവിനെ അവിടെ കണ്ടാലും വിടരുട്ടോ കേട്ടോ ജി. മാറി അതിനെ കാണോട്ടെ. ആടെ പണിക്കുന്നാ മയ്യേ. അപ്പം ഞാൻ ചോറെല്ലാം തിന്ന് ഇറങ്ങി. ഇവിടെ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. ആടെ മര്യാദക്ക് ഭക്ഷണം കഴിച്ച് മര്യാദക്ക് തൊഴുത് എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. ഇനി വൈകുന്നേരം ഒന്നുകൂടെ വരണം. അതിന് നല്ല സന്തോഷം. കുത്തൊന്നുമില്ല, നേരത്തെ ഒന്നുണ്ടേ അത് കുത്തും. ചെരുപ്പെടുക്കാനായിക്കോ പോവാ. കല്ലു എടുത്തോ, കല്ലു. നിങ്ങൾക്ക് കുഞ്ഞിപ്പക്ഷി ഉണ്ടോ കാലാട? ഇല്ല. ഇതാണ് പോലെ സൗവർണികയിലത്തെ വെള്ളം. സൗവർണികയിലെ വെള്ളം ഇതെന്ന് JCB പണിയെടുക്കുന്നുണ്ടായി ഇത്രയും കളറ്. എങ്ങനെ അങ്ങോട്ട് അല്ല, ഇങ്ങനെ അങ്ങോട്ടാ പോകും. ഇത് നോക്ക്. ഞങ്ങള് അമ്പലത്തിലെല്ലാം പോയി വന്നതിന് ശേഷം ഇപ്പൊ ഒന്ന് കിടന്നുറങ്ങി ഒന്ന് ഫ്രഷായി സൗവർണിക കാണാൻ പോകുന്നതാണ്. അപ്പൊ നമുക്ക് പോയിട്ട് വരാം. കൊറേ ഉണ്ട് ഉണ്ണിയ? ഓക്കെ. അപ്പൊ നമ്മള് വണ്ടി കാറെടുത്ത് വന്നതിനെ കൊണ്ട് കാറെടുത്തിട്ടാ പോകുന്നത്. അപ്പൊ എല്ലാരും കൂടി സൗവർണിക കാണാൻ പോകുന്നതിന് കമോണ്ടീസ്. ചിലപ്പോൾ ഇത് 2 പാർട്ടാക്കിയിട്ട് ഇടേണ്ടി വരും, എന്നാലും അറിയില്ല എന്താ അവസ്ഥ എന്ന്. വീഡിയോ ഇങ്ങനെ കുറേ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പം നമ്മൾ സൗവർണിക കാണാൻ പോകുന്നത്. നമ്മൾ ഓട്ടോ വിളിച്ചാൽ പോകുന്നത്, കാറെടുത്തിട്ടല്ല. കാറെടുത്തിട്ട് കുറേ ചുറ്റി പോകണമല്ലോ, അല്ലാണ്ട് ഓട്ടോ വിളിച്ചിട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞത്. അപ്പോൾ എൻ്റെ കൂടെയുള്ള ആൾക്കാരെ കാണാം. ഇതാണ് എൻ്റെ കൂടെയുള്ള വാനരപ്പടം. അയ്യോ, ഇവിടെ നമ്മളെ കല്ലു 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 ഹായ് വരാം. അതാ പൈ ഓടിക്കുന്നേ, അത് കുത്തും പിള്ളേരുടെ പൈനെ. ആടാ എന്നാ പോവാ, വെറുതെ സമയം കളയണ്ട. അടുത്ത സൗവർണിക കാണാൻ വേണ്ടിട്ട് ഇല്ല, അപ്പോൾ എത്തിയില്ല, ഇവിടെ തന്നെയാ. പിന്നെ ഓട്ടോയിലാ പോകുന്നത്. അപ്പൊ ഞങ്ങളെ കൂടെ ഒരാളില്ല, കല്ലു ഓല കൂടിയുള്ളത്. ഞങ്ങള് സൗവർണിക കാണാൻ പോകുന്ന. അവിടെ പോയിട്ട് കുളിക്കണമെന്നല്ല പറയുന്ന, പക്ഷെ ഇപ്പോൾ സൗവർണികയിൽ കുളിച്ചാൽ വേറെ രോഗം വരും. എന്തായാലും നമ്മൾ ചെന്ന് നോക്കാം. പുഴയോ? 40 ഉറുപ്പ്യൻ്റെ ഓട്ടോ ചാർജ്. അടുത്ത് ഞാൻ. അപ്പൊ ഇതാണ് സൗവർണിക. സൗവർണിക കാണാൻ വന്നിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ല. എന്താന്ന് വെച്ചാ എനിക്ക് 3-ാം കൈ പോയക്കല്ലേ നമ്മളെ പോയാലിറങ്ങിൻ്റോട്ടാ തോന്നുന്നുള്ളു ഗസ്. അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ഫീലൊന്നും വരുന്നില്ല. സൗവർണിക എന്ന് പറയുന്നത് ഇതാണ്. അയ്യോ, എനിക്ക് എൻ്റെ സത്യം പറയാലോ, സ്വന്തം നാട്ടിൽ നല്ല പുഴയും വെച്ചിട്ട് ഇത് കണ്ടിട്ട് എനിക്കൊന്നും പ്രത്യേകിച്ച് തോന്നില്ല. പക്ഷെ ഈ സൗവർണികയിൽ കുളിച്ചാൽ എന്തെല്ലാം അസുഖമെല്ലാം മാറുമെന്ന് പറയുക. പക്ഷെ ഈ വെള്ളത്തിൽ കുളിച്ചാൽ ഇല്ലാത്ത അസുഖമെല്ലാം വരും ഗസ്. അതുകൊണ്ട് കാണിച്ചത് ഈ വെള്ളത്തിന് കണ്ട വെള്ളത്തിൽ പുയ്ത്ത വെള്ളം. ഇതിൽ കുളിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം തീരുമാനമായി കിട്ടും. സൗവർണിക അടിപൊളിയുണ്ട്.
എന്തായാലും ഇവിടുന്ന് മൂകാംബിക ടെമ്പിളിൻ്റെ അടുക്കുന്ന സവർണികയിലേക്ക് 40 റുപ്യ ഓട്ടോ ചാർജ്. കുറച്ചുണ്ട് നടക്കാനാണല്ലോ, പക്ഷെ എന്നാലും ഓട്ടോ ചാർജ് 40 റുപ്യ. സവർണിക ഇതിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ ഉണ്ട്. ഇവിടെ കുറച്ച് ആഴമുള്ളത് കൊണ്ട് ഇവിടെ ആരും ഇറങ്ങുന്നില്ല. ഇവിടെ ഇങ്ങനെ ബ്ലോക്ക് ആക്കിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ നിന്നാണ് എല്ലാവരും കുളിക്കുകയൊക്കെ ചെയ്യുന്നത്. ചാരു സൗവർണികയിൽ ഇറങ്ങി. അല്ല കല്ലു ഇവിടെ ഇങ്ങനെ കളിക്കുന്നേ. ആടെല്ലാം കൂടി പതച്ചിട്ട് കളിക്കുന്നു. കല്ലു അങ്ങനെയാണ് ഇവിടെ സൗവർണികയില് തൊഴുത്. ഇവിടെ ഒരു ഗണപതിന്റെ ഒരു കുഞ്ഞി ടെമ്പിളുണ്ട്. നാടൻ തൊഴുത് ഇറങ്ങി. ഓ ഇങ്ങോട്ട് നല്ല വൃത്തിയുണ്ട് കേട്ടോ ഈ വെള്ളത്തിന്. ആടെല്ലാം വൃത്തിയേട് മാത്രമല്ല, ഇവിടെ നല്ല വൃത്തിയുണ്ട്. പോയപ്പഞ്ഞി നോക്ക്, പോയപ്പഞ്ഞി ഗരുഡ ഗുഹ. ഇവിടെ പൂജ ഉണ്ടാ? ഓ അപ്പൊ ഇതിന്റെ ഉള്ളിൽ കേറാൻ പറ്റുമോ? അല്ല ഉള്ളില് ഗരുഡ ഗുഹ. ശരിക്കോ? അയ്യോ ശേ, കാണാൻ കഴിഞ്ഞിട്ടല്ല, കാണാൻ കഴിയുന്നില്ല. ഒരു കുഞ്ഞി പ്രതിഷ്ഠ അതിൻ്റെ ഉള്ളില്. കൊള്ളാം, കാണാത്ത കാഴ്ചകൾ അതിമനോഹരം. ഇവിടെ നാട്ടുമാങ്ങ ഉണ്ട്. ഈ മാങ്ങയമ്മലാണ് കണ്ണിൽ എന്താ ഇല്ല വന്നിട്ട് ഒരു ചായ കുടിക്കാൻ വേണ്ടി ചെറിയൊരു ചായയും കുറച്ച് ഉള്ളിവടയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ചായ കുടിക്കാൻ പോകാം. നമുക്ക് ഇനി ചായയും കുടിച്ച് കഴിഞ്ഞിട്ട് അമ്പലത്തിലേക്ക് പിന്നെ ഒന്നുകൂടി തൊഴാൻ വേണ്ടി പോകണം. നമുക്ക് ചായ കുടിക്കാൻ. അയ്യോ ഇവിടെ ഭയങ്കര ചൂടാ. ഈ ചെറുതിന്റെ കുരുത്തക്കടൊക്കെ ചായ കിട്ടി. എന്തോരം ചിരിച്ചിരിക്കുന്നു കല്ലു. അത് അത് മുളക് വരച്ചടാ. അതൊരു പ്ലേറ്റ്
ഇപ്പോൾ സമയം 9:15 ഇനി രാത്രിക്കത്തെ ഭക്ഷണം വെച്ച് നമ്മൾ റൂമിലെത്തി. ഇവിടെ കൊണ്ടുതരും. രാവിലെ നമ്മളവിടെ പോയി വാങ്ങുകയും ചെയ്തിട്ടുണ്ടായി. ഇവർ കൊണ്ടുതരുന്നത് മതി ഇവിടെ ഇരിക്കും. അപ്പോൾ ഞാനെല്ലാവരും വയറ് നിറച്ച് ഫുഡെല്ലാം കഴിച്ച് ഇനി ഇതിലെല്ലാം കണ്ടു തിരിഞ്ഞ് റൂമിലേക്ക് പോകണം. അതാണ് പരിപാടി. ഇവിടെ കുറച്ച് പീടികലുണ്ട്, ചന്ത ഉണ്ട്. അല്ലേ, വള വാങ്ങാലോ ഉണ്ണി? കുപ്പിവള കിലു വാങ്ങട്ടെ എന്ന് വിചാരിക്കുന്നു. ചെന്നോക്കട്ടെ, കുപ്പിവള കിട്ടിക്കും കുപ്പിവള വാങ്ങണം. വേറെ ഒന്നും വേണ്ട, ഇവിടെ വരെ വന്നല്ലേ, പെണ്ണുങ്ങൾ വാങ്ങണ്ടേ, അതിന് വേണ്ടി. അപ്പോൾ നമ്മൾ എന്തെങ്കിലും സാധനങ്ങളും അൽക്കുൽ സാധനങ്ങൾ വാങ്ങിയിട്ട് റൂമിലേക്ക് പോകും.